Hi everyone, welcome to the Lady and YouTube channel. ഞാൻ രാവിലെ ഒരു 6:30 ഒക്കെ ആകുമ്പോൾ എഴുന്നേറ്റു. ഇപ്പം ഒന്ന് ബ്രഷ് ചെയ്യാനൊക്കെ പോവാണ്. ഞാൻ മാളുവിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അത് വേറൊരു ബാത്റൂമും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ. എനിക്കൊരു ഷൂട്ട് ഉണ്ട്. നിങ്ങൾ മാളുവിൻ്റെ വീട് എൻ്റെ സ്റ്റോറിയിലും റീൽസിലും അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിലൊക്കെ ചിരി അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു നല്ല രസമുള്ള വീടാണ്. ഫ്ലോറും അതിൻ്റെ ഇതൊക്കെ ഭയങ്കര നല്ല രസമാണ്. ഫോട്ടോഷൂട്ടൊക്കെ ചെയ്താൽ രസമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഒരു ഫ്രണ്ടായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇന്നൊരു ഷൂട്ട് ചെയ്യാൻ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവാനുണ്ട്. അതുകൊണ്ട് നേരത്തെ എഴുതിയിട്ടില്ല. അപ്പം ഞാൻ ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് റെഡി ആവട്ടെ. മേക്കപ്പൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് റെഡി ആവാം. വാഷ്റൂമിൽ നിന്നായിരുന്നു ഞാൻ റെഡി ആവാൻ പ്ലാൻ ചെയ്തത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മാളൂന് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പം ആ ഒരു ടൈം ഞാൻ ബ്രഷ് പോലും ചെയ്തിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് അവൾ വന്നിട്ട് ഒന്ന് ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇറങ്ങി. അപ്പം ഞാൻ ആ ഒരു ടൈം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമയം ഞാനതാ ഇവിടെ കോഫി ഉണ്ടാക്കുക. അങ്ങനെ ആകുമ്പം ബ്രഷൊക്കെ ചെയ്ത് റെഡി ആവാൻ തുടങ്ങുമ്പോൾ കോഫി കുടിച്ചുകൊണ്ട് നമുക്ക് റെഡി ആവാമല്ലോ. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ആവാം. മറ്റേ മിററുള്ളത് അനന്തും മാളും കിടക്കുന്ന റൂമിലാണ്. അവർ ഉറങ്ങില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വാഷ്റൂമിൽ തന്നെ മൊത്തത്തിൽ റെഡി ആവാമെന്ന് വിചാരിച്ചു. അപ്പം കോഫി ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് ബ്രഷ് ചെയ്യാം. ഞാൻ ഹെയർ ഇന്നലെ രാത്രി വന്നിട്ട് ഇവിടുന്ന് ഹെയർ വാഷ് ഒക്കെ ചെയ്ത് മാളുവിൻ്റെ കേളിങ് ക്രീമൊക്കെ വെച്ചിട്ട് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കിടന്നുറങ്ങിയത്. എനിക്ക് ഇന്നത്തെ ഷൂട്ടിനൊരു കേളി വേവി അങ്ങനത്തെ ഹെയറാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് ഇന്നലെ സെറ്റാക്കി വെച്ചതാണ്. ഞാൻ മൊത്തത്തിൽ റെഡി ആയിട്ട് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ശരിക്കും ഹെയറൊക്കെ കാണിക്കാം കേട്ടോ. നമുക്ക് തുടങ്ങാം. മേക്കപ്പ് അല്ല, ബ്രഷ് ചെയ്യാം. രണ്ട് ദിവസം മുന്നേ ഞാൻ ഇവിടെ വന്നിട്ട് സ്ലീപ്പ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടുന്ന് എടുത്ത ബ്രഷാണ്. മാളിക്ക് പുതിയൊരു ബ്രഷ് തന്നതാണ്. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വേറെ ബ്രഷ് എടുത്തില്ല. ഓൾറെഡി ഇവിടെ ബ്രഷ് ഉണ്ടല്ലോ. പക്ഷേ ടങ് ക്ലീനർ ഞാൻ എടുത്തിട്ടുണ്ട്. പെട്ടെന്നൊരു സ്കിൻ കെയർ ചെയ്യാം. കഴിഞ്ഞ ദിവസം വന്നപ്പം
മാൾസിൽ എടുക്കുന്ന ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ടോണർ, പിന്നെ വേറൊരു സിറം. നല്ലതായിരുന്നു, ഫേസ് നന്നായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നന്നായി സ്കിൻ കെയർ ചെയ്ത മേക്കപ്പ് ചെയ്താലും നന്നായി നിൽക്കണം. അപ്പൊ നമുക്ക് ഇതന്നെ യൂസ് ചെയ്യാം. ഇതേതാ, ലാക്ടോ കെലമൈന്റെ ഒരു ഫേസ് ടോണർ ആട്ടോ. ആളുടെ അടുത്ത് ഇങ്ങനത്തെ ഫാൻസി സാധനങ്ങളൊക്കെ ഉണ്ട്, യൂസ് ചെയ്യാം. അത് ഞാൻ ഡ്രൈ ആക്കി നമുക്കൊരു സിറം ഇടാം. ഇതും ലാക്ടോ കെലമിന്റെ ഫേസ് സിറം തന്നെ കേട്ടോ. ഐ മീൻ സെയിം ബ്രാൻഡിന്റെ സിറം. എൻ്റെ അടുത്തുള്ള ഇത് ലോട്ടസിന്റെ ഒരു മോർണിംഗ് ക്രീമാണ്. മോർണിംഗ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീം. ഈ ക്രീം ഇടുന്ന സമയത്ത് എന്നിട്ട് ഒരു ഗിൽട്ട് വരും, ഒരു ഗിൽട്ട് പോലെ. ഓക്കെ, വാക്സിൻ ഇട്ടെടുത്ത ലിപ്പിൽ. സ്കിൻ കെയർ ഡൺ. നമുക്ക് മേക്കപ്പിലേക്ക് കിടക്കാം. അപ്പം ചിയേഴ്സ്. കോഫി ആട്ടോ, തെറ്റിദ്ധരിക്കരുത്. മേക്കപ്പ് തുടങ്ങാം. ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം ഷൂട്ടിന് വേണ്ടി മേക്കപ്പ് ചെയ്തില്ല, സെയിം പ്രൊഡക്റ്റ് തന്നെ. ഇച്ചിരി ഐ മേക്കപ്പും ലിപ്സ്റ്റിക്കും എന്തെങ്കിലും ഇച്ചിരി വ്യത്യാസം വരുത്തും, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം സെയിം പോലെ തന്നെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതൊന്നും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല, മേക്കപ്പ് ചെയ്യട്ടെ.
ഇവിടെ സ്പേസ് ഇല്ല, അപ്പൊ എവിടേക്ക് വെച്ചിട്ട് സാധനങ്ങളൊക്കെ ഇത് വീട് പൊട്ടി വെറുതെ സീനാക്കുന്നത്. ബേസ് ഇടാം. എനിക്കിഷ്ടമാണ് ഈ ബോബി ബ്രൗണിന്റെ ഈ സ്റ്റിക്ക്. ഇത് ഇപ്പൊ ഞാൻ ചുമ്മാ ഇടയ്ക്ക് വെറുതെ പുറത്ത് പോകില്ല, അപ്പോഴും ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മേക്കപ്പ് ഇത് ഇട്ട് കഴിഞ്ഞാലും ഇട്ടൊരു ഫീൽ ഉണ്ടാവില്ല, നമുക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ടിരിക്കും. മടിയൊന്നുമില്ല, ഒരുങ്ങാനുള്ള മൂടൊക്കെ ആണെങ്കിൽ ചുമ്മാ പുറത്ത് പോകുമ്പോഴും ഞാൻ ഇപ്പം ഇടാറുണ്ട്. ബേസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കപ്പം ഐബ്രോസ് ചെയ്യാം. എനിക്ക് പണ്ട് അത്ര ഐബ്രോസ് ഉണ്ടായിരുന്നില്ല, അത്ര കളർ ഉണ്ടായിരുന്നില്ല, ഭയങ്കര അത്ര തിക്കും ഉണ്ടായിരുന്നില്ല, അത്ര കളറും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചെറുതിലെ കിടക്കുന്ന സമയത്ത് കൺമഷി വാരി എഴുതും, പിന്നെ ആവണക്കെണ്ണ തേക്കും, അങ്ങനെയൊക്കെ തേച്ചിട്ട് കിടന്നുറങ്ങുമായിരുന്നു. പക്ഷെ അതെനിക്ക് വർക്കായിരുന്നു തോന്നി. പിന്നെ എനിക്ക് നല്ല ഐബ്രോസ് അല്ല, എനിക്ക് കുറച്ച് ഐബ്രോസ് ഒക്കെ പറഞ്ഞു അങ്ങനെ ഇപ്പോഴുള്ള പോലെ. ഐ ഷാഡോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, കളർ ഒരു ഡാർക്ക്, ഭയങ്കര ഡാർക്ക് അല്ല, ഒരു ന്യൂഡ് ബ്രൗൺ കളർ. താഴെയും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഐ ചെയ്ത് കൊടുക്കാം. ഞാൻ കണ്ണിൻ്റെ മുകളിൽ ഐ ഷാഡോ മാത്രം ചെയ്യുന്നുള്ളൂ, താഴെ മാത്രമേ കണ്ണ് വരയ്ക്കാൻ പോകുന്നുള്ളൂ. അതിന് മുന്നേ ഞാനൊരു ഒന്ന് സ്മഡ് ചെയ്ത് ഒന്ന് കൊടുക്കാം, എന്നിട്ട് നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം.
ബ്ലാക്ക് ബ്രൗൺ ഐ ഷേഡ് വെച്ചിട്ട് ഞാൻ താഴെതാക്കി കൊടുത്ത് ഇനി നമുക്ക് കണ്ണെഴുതാം. ഇതൊന്നുകൂടെ ഞാൻ താഴെ സ്മച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇച്ചിരി ചോറായിട്ട് നോക്കിയേക്കാം. മസ്കാര മേക്കപ്പ് കഴിഞ്ഞു. നമുക്ക് കോമ്പാക്ട് ഇച്ചിട്ട് കൊടുക്കാം. ഓരോരുത്തര് ഓരോ ഓർഡറിലല്ലേ മേക്കപ്പ് ചെയ്യാം. ഇത് ഞാൻ എൻ്റെ ഓർഡർ തന്നെ കേട്ടോ, മറന്നു പോയത് കോമ്പാക്ട് ഇടാൻ. ഞാൻ ബേസ് ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ കോമ്പാക്ട് ഇടാറുണ്ട്. ഉറക്കപ്പിച്ചിൽ മേക്കപ്പ് ചെയ്തിട്ട് മറന്നുപോയി. ഓക്കെ, ലിപ്പ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ വേറൊരു ലിപ്സ്റ്റിക്കാണ് ഫില്ല് ചെയ്യാൻ ഇട്ടത്. ഇന്ന് ഞാൻ ചുമ്മാ മേക്കപ്പിൻ്റെ ഇന്നലെ ബോക്സ് നോക്കിയപ്പം വേറെ കുറച്ച് ലൈറ്റ് ന്യൂഡ് ഷെയ്ഡ്സ് കണ്ട്. അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ലിപ്പ് ചെറുതായതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുതാക്കിയിട്ടാണ് ലൈനർ വരയ്ക്കുന്നത്. ഒരു വൈറ്റ് ലൈനില്ലേ നമ്മുടെ ലിപ്പിൻ്റെ, അതിൻ്റെ മുകളിൽ കൂടെ വരയ്ക്കുന്നത്. ഫില്ല് ചെയ്ത് കൊടുക്കുക. കളർ ബാറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും ഉണ്ട്, ഒരു ലിക്വിഡ് വേറൊരു ഏതൊരു ബ്രാൻഡ്, എന്താ സെയിൻ ആൻഡ് മൈസ എന്ന് പറഞ്ഞു, എനിക്കറിയില്ല ഏതാ. ഇതിൻ്റെ ഉണ്ട്, ഇത് കേട്ടോ.
കുഴപ്പമില്ല. ബ്ലഷിടാം. ഞാൻ നോട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്നും ഞാൻ ഡെയിലി ഇപ്പോൾ പുറത്തു വന്ന സമയത്ത് അങ്ങനെ ചെയ്യാറില്ല. ഷൂട്ടൊക്കെ ഉള്ളപ്പോൾ മാത്രമേ നോട്ട്സ് കട്ട് ചെയ്ത് കൊടുക്കാറുള്ളൂ. ജസ്റ്റ് അത്ര മതി. എന്താ വെച്ചാൽ എനിക്കറിയില്ല. ഫൈനൽ കുറച്ച് ഹൈലൈറ്ററും കൂടി. ഐബ്രോസിന് കുറച്ച് ഐബ്രോസിന് താഴെ ഇട്ടോ. പിന്നെ ഞാൻ നെറ്റിലിടും. വേർക്കുന്നു വിടുന്നിട്ട്. ഡൺ. ഒന്നുകൂടി മസ്കാര ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫിനിഷ് ചെയ്യാം. എൻ്റെ മേക്കപ്പും ഡ്രസ്സെല്ലാം കഴിഞ്ഞു. ഇതാണ് ഷൂട്ടിൻ്റെ കോസ്റ്റ്യൂം. നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്, അതാ അനങ്ങാതെ നിൽക്കുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം.
അത്യാവശ്യം നല്ലതിൽ കിട്ടിയത്. ഫോണിലൊരു ഓക്കെ എന്തെങ്കിലും ഒരു കമ്മിങ് സൂൺ. നമ്മുടെ ഷൂട്ട് കഴിഞ്ഞു, വളരെ പെട്ടെന്നായിരുന്നു. രണ്ട് കോസ്റ്റ്യൂമിലും നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കോസ്റ്റ്യൂം ഞാൻ കാണിച്ചിട്ട് തിരക്കായിപ്പോയി, ഷൂട്ടിന്റെ തിരക്കായിപ്പോയി. മാള് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എന്റെ ഫോണിൽ എടുത്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ അതും കൂടി ആഡ് ചെയ്യാം. ഒരു കോഫി ഉണ്ടാക്കിയിട്ടുണ്ട്, മാള് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് എന്താ പരിപാടി, മാളുവിന്റെ വീടൊന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു. മൊത്തത്തിലൊന്ന് ചിക് 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 കൊണ്ട് ഒറ്റൊരു ക്ലീനിങ് ഞാനും മാളും കൂടി പെട്ടെന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ, ഈ ഷൂട്ടിന്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇതോടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.